അച്ഛനെന്തോ പറ്റുന്ന തോന്നേ. വരുന്ന വഴിക്ക് ഒരു സൈക്കിള് വന്ന് പൊട്ടി. ചന്ദ്രശേഖരൻ തക്ക സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അമ്മാവാ, ദേഹം ഒന്നും അധികം അനക്കരുത്. പൂർണ്ണ വിശ്രമം എടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിക്രമനെ അങ്ങോട്ട് അയച്ചാൽ മതി. പിന്നെ പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടാ. അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയാ അറിയില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ആകാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അമ്മാവൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. ശരി, അങ്ങനെ ആവട്ടെ. ദൈവമായിട്ടാ ആ കൊച്ചനെ അപ്പൊ എന്റെ മുമ്പ് പറഞ്ഞു വിട്ടത്. അച്ഛത്തേക്ക് പോ. അയ്യോ പിടിക്കരുത്. ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം വേഷം കെട്ടണം. പിന്നെ ആ ക്ലാസ് വേഗം നോക്കി. സംസ്കൃത സാർ ഒരു ആയിക്കൊണ്ട് കാപ്പി കൊടുക്കണം എനിക്കിപ്പോ. എന്തായി? എരുമമൂത്രം മാതിരിയുണ്ട്. കറക്റ്റ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഉള്ളത് പറഞ്ഞ ഉറിയും ചിരിക്കും. അടിച്ച് പല്ലങ്ങാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. പിന്നെ റഷീദേ, ആ റാഹേലും അപ്പൊ എവിടെയാ? പാർട്ടിക്കാരാ തള്ളൻ അടിച്ചോടിച്ചില്ല. ക്യാഷോ? ഇങ്ങനെ വിളിച്ചു കൂടിയിട്ടാണോ ക്യാഷ് ചോദിക്കുന്നത്? എനിക്ക് മാസം ശമ്പളം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് നീ എന്നെ കൊച്ചാക്കണ്ട. അയ്യോ കൊച്ചോ? ചേട്ടത്തി ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. പിന്നല്ലേ കൊച്ചിങ്ങളുടെ കാര്യം. ചേട്ടത്തിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് കൈ നോക്കാം. എന്റെ കർത്താവേ, ഇവന് തലയ്ക്ക് വട്ട. അത് നിങ്ങൾക്കാ? എനിക്ക് വട്ട. എനിക്ക് വട്ട. എന്താ ഇവിടെ ബഹളം? എന്റെ മാഷേ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മാഷിനെ കാണാൻ വന്നതാ. അപ്പഴ ഈ ജന്തു എന്നെ കളിയാക്കിയത്. അയ്യോ, എന്റെ റാഹേലമ്മ അവന് ചെവി കേൾക്കത്തില്ല. ആഹാ, അയ്യോടെ മോനെ, എന്നാന്ന് എനിക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന? അതിന് ചേട്ടത്തി നേരത്തെ എന്നോട് ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നു മാഷെ, ഒരു 10 ദിവസം ഞാൻ ഈ ഇറയത്തൊന്ന് ചുരുണ്ടു ഓടിക്കോട്ടെ. വളരെ വിഷമിച്ചിട്ട മാഷെ ഞാൻ പറഞ്ഞത്. ഇവന് ഞാനൊരു കൂട്ടുമായല്ലോ. പാവാണ് ചേട്ടത്തി. അല്ല റാഹേലമ്മ, അത് മാഷ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ. ചേട്ടത്തി ബാ. ചേട്ടത്തെ കണ്ട മരിച്ചുപോയ എന്റെ അമ്മ ജീവനോടെ വന്നതുപോലെ തന്നെ കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ നിന്നെ കണ്ടപ്പോ എന്റെ മോനെ പോലെ തോന്നി. മോനെ, കഞ്ഞിണ്ട് ഇച്ചിരി എടുക്കാൻ. എന്തിനാ അമ്മച്ചി ഇപ്പൊ പഞ്ഞി? പഞ്ഞി നിന്റെ ചെവിയിലിട്ടടയ്ക്കാൻ. അപ്പൊ എന്നെ കളിയാക്കിയതാണല്ലേ? എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഈ ചെകിടന്റെ കൂടെ ജീവിക്കാനാ? അല്ല ഒന്ന് നിൽക്കുന്നു. റഷീദോ, താൻ എവിടെയായിരുന്നു? തന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ദിവസമല്ല. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം. അതല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് 2 പെൺകുട്ടികളില്ലേ? അവരാർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റഷീദേ, നിനക്കറിയാലോ, ഈ ഇരിക്കുന്ന വീടും പുരയിടവും കൂടെ പണയത്തിലാ. എനിക്കൊരു പുത്രനുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ഒരു ഗതി പിടിക്കട്ടെ എന്ന് കരുതി ചെയ്തതാ. അതും അവൻ നശിപ്പിച്ചു. പെണ്ണ് ചോദിച്ച് ഒരുപിടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ കൂലിവേലക്കാരനാണേലും അവനും ചോദിക്കുന്നത് പിടിപ്പത് പൊന്നും പണവുമാ. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. അതിനല്ലേ ഉസ്മാനിയ മാരേജ് ബ്യൂറോ. നിങ്ങൾക്ക് എന്താ നഷ്ടം? അവിടം വരെ വന്ന് ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളെ പെൺകുട്ടിയൊക്കെ പറ്റ ഭർത്താക്കന്മാരെ ഞാൻ കൊണ്ടുതരും. അതൊന്നും നടക്കില്ല റഷീദേ. നടക്കും. ഒന്ന് പരീക്ഷ നോക്ക. ഞാൻ നാളെ രാവിലെ തരാം. ഇതാ ഒരു 5 രൂപ എടുക്കുക സാറേ. എന്നാത്തിനാ? പെട്രോളൊക്കെ തീ വിലയാന്നേ. അതിനനുസരിച്ച് നിങ്ങൾ മീറ്ററിലും കൂട്ടിയിട്ടുണ്ടല്ലോ. ഒലത്തി വർത്താനം പറഞ്ഞില്ല കേട്ടോ സാറേ. കാശ് എന്ത് പറഞ്ഞു? ഒലത്തി വർത്താനം? ഒലത്തിയാണ് ഞാൻ പഠിപ്പിക്കണം തന്നെ.
ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. യൂണിയൻ ഉണ്ടെങ്കിലേ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ വരും. ശ്രീദേവി അല്ലേ? അതെ. അനന്തനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു സർപ്രൈസ് ആയിപ്പോയി. എനിക്കും. അല്ല, ശ്രീദേവി ഇവിടെ? കൊള്ളാം. എന്റെ നാട്ടിൽ വന്നിട്ട് ഞാനത് തിരിച്ചു ചോദിക്കുക വേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അല്ലേ? ആട്ടോഗ്രാഫ് എഴുതി പിരിയുമ്പോ നമ്മൾ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. വീണ്ടും കണ്ടുമുട്ടുമെന്ന്. പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? അനന്തനെ കണ്ടാൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ. ആ, ഒന്ന് ചോദിക്കാൻ മറന്നു. അനന്തന് ജോലിയായോ? ആ എന്ന് തന്നെ പറയാം. ചേച്ചി എന്താണ് ഇവിടെ? എന്റെ അനിയത്തിയാണ് ഇന്ദു. ചേച്ചി, ഈ അനന്തമാഷിന്റെ കാര്യമാണ് ഞാൻ പറയാറുള്ളത്. ചേച്ചിക്ക് എങ്ങനെ മാഷ അറിയാം? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഹായ്, അതിശയായിരിക്കുന്നല്ലോ. ഇന്ദു ശ്രീദേവിയെ പോലെ തന്നെ അടക്കം ഒതുക്കമുള്ള കുട്ടി. പഠിക്കാനും മോശമൊന്നുമല്ല. അപ്പൊ പഠിക്കുന്നില്ല എന്നർത്ഥം. ആ ബസ് വന്നു, ഞങ്ങൾ പോട്ടെ. വാ. ചെക്കൻ കൊല്ലത്തേരനാ, പക്ഷെ ജോലി ഇവിടെ അടുത്തൊക്കെ തന്നെ. സർക്കാർ സർവീസിലാ? അല്ല, പാരലൽ സർവീസിൽ. പാരലൽ സർവീസോ? അതെ, പാരലൽ കോളേജിൽ. അല്ല, നിങ്ങൾ ഈ സർക്കാർ സർവീസിലുള്ളവർക്ക് മാത്രമേ മോള് കെട്ടിച്ചു കൊടുക്കുള്ളൂ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കാലം ഇവിടെ ആർക്കും വേണ്ടി കാത്തിരിക്കില്ലട്ടോ. പെണ്ണ് മൂത്ത് നരച്ച് മൂക്ക് കൂടെ പല്ലറിയതിന് ശേഷം നിങ്ങൾ മലപ്പുറം ജില്ലയും ഒരു മാരുതിക്കാരും കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂലട്ടോ. മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇന്നൊരാൾ നിർബന്ധം കൊണ്ട് മാത്രം. എന്നാൽ എനിക്കിതിൽ വല്ല കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ട കേട്ടോ. എന്താ അയാളുടെ പേര്? അനന്തമാഷ്. ശ്രീദേവി കുഞ്ഞിന് നന്നായിട്ട് ചെയ്യും. അല്ല, ശ്രീദേവിയോ? വരൂ, ഇരിക്കൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? താങ്ക്സ്. ഒന്നും വേണ്ട. വിശേഷിച്ച് കാര്യമുണ്ട്. റഷീദ് വീട്ടിൽ വന്നിരുന്നു. അതവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. അനന്തനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പഠിച്ചിരുന്ന കാലം മുതലേ അനന്തനോട് എനിക്ക് ബഹുമാനമാണ്. പക്ഷേ അനന്തൻ, ഈ ശ്രീദേവി ആരാണെന്ന് അനന്തൻ അറിയാമോ? അനന്തൻ അറിയില്ല. ഇപ്പൊ അനന്തൻ അറിയണം. അറിഞ്ഞേ പറ്റൂ. അയ്യോ, ഓടി വരണേ, ബൈക്കിൽ നിന്ന് വീണേ. വിളിച്ചു കൂടാ ചേട്ടാ. രാവിലെ തന്നെ ചവിട്ടം കൊടുക്കാൻ തുടങ്ങി. ഒച്ച കേക്കാം. നീ വിളിച്ചു കൂടാ. അയ്യോ, ഓടി വായോ, ദാ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണേ. ചേച്ചി, ഓടി വായോ, ദാ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണേ. അയ്യോ ചേച്ചി, ഒന്ന് പിടിച്ചേരെ, എല്ലാം ഒടിഞ്ഞെന്നാ തോന്നുന്നു. നീ അവിടെ കിടക്ക, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യാം. അവർ ആംബുലൻസ് ആയിട്ട് വരും കേട്ടോ. അയ്യോ വേണ്ട ചേച്ചി, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപകടമൊന്നും പറ്റില്ല, ഒന്ന് സ്ലിപ്പായതല്ലേ ഉള്ളൂ. ചേട്ടാ, നിന്നെ എനിക്കറിയില്ലേ. ഇതില് പോകുമ്പോഴൊക്കെ നിന്റെ ബൈക്കിന് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും. അതാ ചേച്ചി മനസ്സിന്റെ ഒരു യോജിപ്പ്. ഇവിടെ വരുമ്പോ ബൈക്ക് താനെ നിന്നു പോകും. ചേച്ചിയോടുള്ള ബന്ധത്തിന്റെ ഒരു ദൃഢതേ. പിന്നെ പുതിയ ടീച്ചറും കുട്ടികളൊക്കെ വന്നെന്ന് കേട്ടു. ചുമ്മാ ഒന്ന് പരിചയപ്പെട്ട് സ്റ്റെപ്പൊക്കെ നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. ചേച്ചി ചായ എടുത്തോ, നല്ല ചൂട് വേണം. ചേട്ടാ, എനിക്കിതൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. നീ പോയിട്ട് നാളെ രാവിലെ വാ. ഇത് കൊണ്ടുപോയിക്കോ. ഒരു വീട്ടിൽ കയറി കീറിയനോട്ട് എടുക്കോ? ബ്യൂട്ടിഫുൾ. അല്ല,
ഞാൻ ഈ കുട്ടികളുടെ നൃത്തം മനോഹരമായിരിക്കുന്നു എന്ന് പറയായിരുന്നു. ചെരുപ്പ് അതെ അതെ